ക്രൈസ്തവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലത്തുനിന്ന് ബലപ്രയോഗത്തിലൂടെ പുറത്തെടുക്കാൻ പാടില്ല എന്ന ഉത്തരവുമായി സുപ്രീം കോടതി. ഛത്തീസ്ഗഡിൽ ഗോത്രവർഗത്തിൽപ്പെട്ട ക്രൈസ്തവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലത്തുനിന്ന് ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി മറവു ചെയ്യുന്നതിനെതിരെ നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഒരു വിഭാഗം ബലപ്രയോഗത്തിലൂടെ മറ്റൊരു വിഭാഗത്തിലെ അടക്കം ചെയ്യപ്പെട്ട മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ജഡ്ജിമാരായ വിക്രംകാന്ത്, സന്ദീപ് മേത്ത, NV അഞ്ചാരിയ എന്നിവരുൾപ്പെട്ട ബെഞ്ച് ഇടക്കാല വിധിയിൽ നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടെയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്ന് ആരോപിച്ച് ഛത്തീസ്ഗഡ് അസോസിയേഷൻ ഫോർ ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റിയാണ് ഹർജി നൽകിയത്. ജാതി മത വിവേചനമില്ലാതെ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ തന്നെ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കണമെന്നും പൊതുശ്മശാനങ്ങളിൽ എല്ലാവർക്കും തുല്യ അവകാശം ഉറപ്പാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. സുഭാഷ് ബഗേൽ എന്ന പാസ്റ്ററുടെ മൃതദേഹം ഗ്രാമത്തിൽ സംസ്കരിക്കാൻ അനുവദിക്കാതിരുന്നതിനെതിരെ മകൻ രമേശ് ബഗേൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഗ്രാമത്തിലെ പൊതുശ്മശാനത്തിലോ സ്വന്തം കൃഷിഭൂമിയിലോ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു രമേശിന്റെ ആവശ്യം. എന്നാൽ ജഡ്ജിമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ച് കേസിൽ ഭിന്നവിധി നൽകി. മൃതദേഹം സ്വകാര്യ ഭൂമിയിൽ സംസ്കരിക്കാമെന്ന് ജസ്റ്റിസ് നാഗരത്ന വിധിയെഴുതിയപ്പോൾ ക്രൈസ്തവർക്കായി നിശ്ചയിച്ച സ്ഥലത്ത് സംസ്കരിക്കണമെന്നായിരുന്നു ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയുടെ വിധി. വിധിയിൽ പറയപ്പെട്ടിരുന്ന ശ്മശാനം രമേശ് താമസിക്കുന്ന ഗ്രാമത്തിൽ നിന്ന് 25 കിലോമീറ്ററോളം അകലെയായിരുന്നു. ക്രൈസ്തവരുടെ മൃതദേഹം അവർ താമസിക്കുന്ന ഗ്രാമത്തിൽ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടായ 350ഓളം സംഭവങ്ങളാണ് 2 വർഷത്തിനുള്ളിൽ ഛത്തീസ്ഗഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.